ആ ഒരു പോസ്റ്ററില്ലേ പുള്ളി ഇങ്ങനെ അലർന്ന പോലത്തെ ഒരു പോസ്റ്റർ, അതില് ഞാനിങ്ങനെ പറഞ്ഞത് നമുക്ക് വെയിൻസ് ഒക്കെ ഒന്ന് കാണണം. അപ്പം പ്രണോച്ചേട്ടൻ മറ്റേ ശ്വാസമൊക്കെ പിടിച്ച് ചെയ്ത് വെയിൻസ് ഒക്കെ അത്രയും ഡെഡിക്കേഷൻ ഉണ്ട്. ഓണാണ് എന്ത് എക്സ്റ്റെന്റിലും അത് പുൾ ഓഫ് ചെയ്യാൻ. ഇപ്പം റെഡ് ആസ് എ ടോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിയറിനെയും ബ്ലഡും ഒക്കെ സിംബലൈസ് ചെയ്യുന്ന പോലെ നല്ലൊരു ബ്രാൻഡിങ് ആയിട്ട് തോന്നി. റെഡ് ആൻഡ് ബ്ലൂ യൂസ് ചെയ്യാമെന്ന് നമ്മളെല്ലാവരും ഡിസൈഡ് ചെയ്തു. നമ്മളൊരു മൂഡ് ബോർഡ് ഉണ്ടാക്കി നോക്കി. ഫോട്ടോഗ്രാഫിക്കലി ഒരുപാട് സാധനങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത് വേറെ പടങ്ങളുടെ പോസ്റ്റേഴ്സ് നോക്കിയിട്ടില്ല, കൂടുതലും ഫോട്ടോഗ്രാഫ്സ് ആണ് നോക്കിയത്. റെഡ് ടോണാലിറ്റിയിലും ബ്ലൂസിലൊക്കെ ഒരു സ്പേസിലുള്ള ഒരു മൂഡ് ബോർഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ രാവിലെ കാണിച്ചു. ഹി വാസ് ഹാപ്പി വിത്ത് ഇറ്റ്. എനിക്ക് അങ്ങനത്തെ ലേയേഴ്സ് ഉള്ള ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യണം എന്ന് എപ്പോഴും ആഗ്രഹമുണ്ട്. എനിക്കറിയില്ല എനിക്ക് എത്രത്തോളം പറ്റുമെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് എനിക്ക് രാഹുലേട്ടൻ തന്നൊരു സ്പേസിലാണ് എനിക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയത്. ഇവിടെ ഫുള്ളൊരു റെഡ് മയാണല്ലോ അരുൺ. ഈ കെറ്റിലിന് വരെ റെഡാണ്. സ്റ്റുഡിയോയുടെ ഡിസൈനും ഒരു റെഡ് അല്ലേ? ഇപ്പൊ റെഡ് കാണുമ്പോൾ DSCയുടെ റെഡ് ഓർമ്മ വരാം. ഇതിൽ നിന്നാണ് റെഡ് കൊടുത്തത്. ഈ ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോ അതിനൊരു എസ്തെറ്റിക്, കുഞ്ഞമ്മയ്ക്ക് എസ്തെറ്റിക് സെൻസ് വെച്ചിട്ടാണോ അല്ലെങ്കിൽ അത് ഇഷ്ടമായതുകൊണ്ടോ? ഇല്ല, നമ്മള് ഇനീഷ്യലി ഇട്ടിട്ട് ബ്രാൻഡ് കളർ ഇതായതുകൊണ്ട് റെഡും യെല്ലോ, മസ്റ്റേർഡ് യെല്ലോ ആണ്. അത് ഭയങ്കര രസമുള്ള രണ്ട് കളേഴ്സ് ആണ്. പണ്ടത്തെ എല്ലാ പരിപാടികളും നമ്മുടെ ടൈപ്പോഗ്രഫി ഒക്കെ നല്ല ഫ്ലാഷി റെഡ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടം റെഡ് ആസ് എ ടോൺ. സോ അങ്ങനെ DSCക്ക് വേറെ കാരണങ്ങൾ കൊണ്ടാണ് DSCയുടെ ആദ്യം DSCയുടെ ക്യാരക്ടറിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു സംശയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കാം. DSCയുടെ പോസ്റ്ററിലേക്ക് ആ ഒരു കോംബോ വരുന്നതിന്റെ പിന്നിൽ റീസൺസ് എന്താ ഒരു ബ്രീഫ്? എനിക്ക് ഇനീഷ്യലി നമ്മൾ വേറൊരു ഭയങ്കര ഡിഫറെന്റ് പരിപാടിയാണ് പിടിക്കാൻ നോക്കിയേട്ടാ. അതായത് വേറൊരു ടോണാലിറ്റി ഒക്കെ. പക്ഷെ അതൊട്ടും പ്രിന്റ് ഫ്രണ്ട്ലിയോ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. നമ്മൾ വിചാരിച്ച് എന്നാ പിന്നെ വേറെ ടോൺസ് ട്രൈ. ഇപ്പൊ ബ്രഹ്മയുഗത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. വേറൊരു ടോൺ ട്രൈ ചെയ്ത് ചിലപ്പോൾ ആൾക്കാർ അത് തന്നെ കൺസിസ്റ്റന്റ്ലി പോയ ആൾക്കാർ വിചാരിക്കുക റെഡ് കൂടെ വേണോ, മൊത്തം റെഡ് ആവുക, ഫോർമാറ്റ് അതാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ തൊട്ടൊക്കെ ബ്രാൻഡിങ്ങിൽ ഒരു രണ്ട് കളർ കോമ്പിനേഷൻ പിടിച്ച ആൾക്കാർ ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഇപ്പൊ ചേച്ചി പറഞ്ഞ റെഡ് കണ്ടാ DSC എന്ന് പറഞ്ഞല്ലോ. അപ്പം അതേപോലെ ഒരു സോളിഡ് കളർ ആ പടത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. റെഡ് എന്തുകൊണ്ടോ ബ്ലഡും ഫിയറൊക്കെ ആയിട്ട് അസോസിയേറ്റഡ് ആണ്. രാഹുലേട്ടന് ഇൻപുട്ട് ഉണ്ടായിരുന്നു റെഡ് മൊത്തം ഉപയോഗിക്കാം. രാം സാർ ഭയങ്കര സപ്പോർട്ട്. നമ്മളപ്പോ റെഡ് വെച്ചിട്ട് ട്രയലൊക്കെ അടിച്ചു നോക്കിയപ്പോ വർക്ക് ആയി. പക്ഷെ ബ്ലൂ ഉണ്ട് കേട്ടോ ചില സ്ഥലത്ത്. അപ്പൊ പ്രണോച്ചേട്ടന്റെ മുഖത്ത് ഇടയ്ക്ക് ബ്ലൂ വെച്ചിട്ടൊക്കെ നമ്മൾ പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ റെഡും ബ്ലൂ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത് പിന്നെ പടത്തില് കണ്ടാലും അവിടെ ഇവിടെയൊക്കെ റെഡ് എലിമെന്റ് ഉണ്ട്. എല്ലാ ഷോട്ടിലും എവിടെയും റെഡ് എലിമെന്റ്, ക്ലിപ്പ് റെഡ്, അങ്ങനെ റെഡ് ഉണ്ട്. സോ വെള്ളം തിളച്ചു. നോർമലി കുക്ക് ചെയ്യോ അതോ ചായ കാപ്പി മാത്രം ഉണ്ടാക്കുള്ളൂ? ഇതിന് വലിയ കുക്കിംഗ് സ്കിൽ വേണ്ടല്ലോ. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യോ? ഇല്ല ചേച്ചി, വളരെ മോശം കുക്കാണ് ഞാൻ. ഓൺലി ടീ കോഫി ഒരു ഇതാണ്. പഞ്ചസാര. ഈ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചില്ലായിരുന്നു? ആ ചേച്ചി ഒരു 4 മാസം ഒക്കെ എന്ന് പറയാം. നമ്മൾ ഇതിനു മുമ്പ് എനിക്കൊന്ന് ഡൊമിനിക്കാൻ ലേഡീസ് പേഴ്സ് ഇറങ്ങിയ സമയത്ത് സംസാരിച്ചിരുന്നു. വീട്ടിന് മുകളിലായിരുന്നു അല്ലേ? അതെ അതെ അതെ, എന്റെ ഗ്രാൻഡ് മദറിന്റെ വീടായിരുന്നു അത്. ഇവിടെ ഇരുന്നിട്ടാണ് DSCയുടെ വർക്ക് ചെയ്തത്? ഇവിടെ ഇരുന്നിട്ടാണ് DSCയുടെ ചെയ്തത്. ബ്രഹ്മയുഗം ഒക്കെ പഴയ സ്ഥലത്ത്. ഇപ്പൊ വേറെ പേട്രിയറ്റ് ഒക്കെ ഇവിടെ ചെയ്യുന്നു? ഇപ്പൊ ചെയ്യുന്നു. ഓക്കെ. ചേച്ചി കടുപ്പം കൂടുതലാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കുഴപ്പമില്ല. നമ്മൾ ഇവിടെ വരുന്ന എല്ലാവരും ആദ്യം പഠിപ്പിക്കുന്ന കാപ്പി ഇടാൻ. ഇനി കാപ്പിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് ശരിയാക്കിക്കോ. അതെ അതെ. പൊതുവെ പകൽ സമയത്താണോ വർക്ക് ചെയ്യുക ഓർ രാത്രി? ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ പകലിലേക്ക് മാറ്റി. രാത്രിയാണ് എന്തുകൊണ്ടോ ബുദ്ധി ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് തോന്നാറുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഒരു ഓഫീസ് അവേഴ്സ് ഒക്കെ എല്ലാരും രാവിലെ അല്ലേ പ്രവർത്തിക്കുന്നത്. അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ചിലര് പറയല്ലോ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പാതിരാത്രി ആരും ഇല്ലാത്ത മിണ്ടാത്ത. അത് ശരിയാണ്. എനിക്കിടയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ എല്ലാം രാത്രി ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് ചിന്തിക്കുമ്പോഴൊക്കെ. ഇതിലാണോ പഞ്ചസാര ഇട്ടെ? താങ്ക് യു. ഞാൻ പണ്ട് ഇവിടെ ഒരു ടിബറ്റൻ കോഫി കൊണ്ടുവന്നപ്പോഴത്തേക്കും ഒരാൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുള്ളി കലിപ്പായി എന്റെ അടുത്ത്. കയ്പായിരുന്നു. ഇത് ബ്രോ കുടിച്ചു നോക്കിയായിരുന്നു.
ഇല്ല. ടിബറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണോ? ആ എന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാ. ആദ്യമായിട്ട് പുള്ളി വന്നപ്പോ ഞാൻ വെച്ചു ഗസ്റ്റ് ഇട്ട് കൊടുക്കാം, മേലാ വരില്ല അത്. ഓക്കെ, നല്ല കോഫി കേട്ടോ. താങ്ക് യു. അരുൺ, യെസ്. DS സീരിയലിലെ കിരൺ. അതെ. ഇത്രയും നാള് നമ്മള് ഒരു പോസ്റ്റർ ഡിസൈനർ എന്നുള്ള രീതിയിൽ 2 ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, സംസാരിച്ചു. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ്. എനിക്ക് തോന്നുന്നു അരുണിന്റെ സിനിമകളിൽ കണ്ടതിലെ ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു DS സീരിയല്. സിനിമ കണ്ടു കഴിഞ്ഞ് കിട്ടുന്ന അപ്രീസിയേഷൻസ് എന്താ? ഭയങ്കര അപ്രീസിയേഷൻസ് കിട്ടുന്നുണ്ട്. കുറെ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര സട്ടിലായിരുന്നു, രസമുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും ഒരു വിയേർഡായിട്ടും എനിക്ക് കൊള്ളാലോ എന്ന് തോന്നിയതും എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഞാൻ ശരിക്കും എൻ്റെ ഒരു പരിചയത്തിലൊരാൾ മരിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു, എനിക്ക് എന്നെ തന്നെ കണ്ടുപോലെ ഇപ്പൊ സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. ഭയങ്കര ഇമോഷണലി അങ്ങനെ ലേയേഴ്സ് ഉള്ള ക്യാരക്ടർ ആണല്ലോ. ഇതുവരെ ചെയ്ത് കുറച്ചുകൂടി ഈസി ഗോയിങ് ഒക്കെ ആയിരുന്നു, പടക്കളത്തിലൊക്കെ ആവട്ടെ. അപ്പൊ ഇതിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എന്താ ഒരു മുന്നൊരുക്കം എന്തായിരുന്നു? ഐ തിങ്ക് ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് ലൈക്ക് എനിക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ഉള്ളിൽ കുറെ ലേയേഴ്സ് ഉള്ള വിഷമമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റൂന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ അങ്ങനത്തെ ഷോർട്ട് ഫിലിംസ് ആണ് ചെയ്തിരുന്നത് കൂടുതലും. എനിക്ക് അങ്ങനത്തെ ലേയേഴ്സ് ഉള്ള ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യണം എന്ന് എപ്പോഴും ആഗ്രഹമുണ്ട്. എനിക്കറിയില്ല എനിക്ക് എത്രത്തോളം പറ്റുമെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് എനിക്ക് രാഹുലേട്ടൻ തന്നൊരു സ്പേസിലാണ് എനിക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയത്. ഇതുവരെ ഞാൻ കോമിക്കലായിട്ടുള്ള സാധനങ്ങളാണ് ചെയ്തത്, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചു. ഇപ്പം കോമിക്കലായിട്ടും ചെയ്യണമെന്നുണ്ട്, ഇങ്ങനെയും ചെയ്യണമെന്നുണ്ട്. ഇപ്പം എപ്പോഴും കുറച്ച് ലേയേഴ്സ് ഉണ്ടെങ്കിൽ ആൾക്കാർ കൂടുതൽ കണക്ട് ആവും, ആൾക്കാരുടെ മനസ്സിൽ നിൽക്കും. അതെ അതെ അതെ, ഇത് എനിക്ക് ഇഷ്ടമാണ് എല്ലാം ചെയ്ത് നോക്കണം. അരുൺ അതിൽ ഫസ്റ്റ് കാണുമ്പോൾ ഇപ്പൊ ആ കിണറിന്ന് എടുക്കുന്നത് ദൂരെ നോക്കിക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ല പിന്നെ ക്യാരക്ടർ ഇങ്ങനെയാണ് പോകുന്നത്. എനിക്കൊന്ന് ക്യാമറയിലേക്ക് ലുക്ക് പോലും കൊടുക്കുന്നില്ല, കാരണം ആ ഇമോഷണൽ ട്രോമ മൊത്തം ആ ബോഡി ലാംഗ്വേജിലുണ്ട്. അപ്പം ഡയറക്ടറുടെ ഒരു ബ്രീഫ് എങ്ങനെയായിരുന്നു? അരുൺ ആ ക്യാരക്ടർ ആവാൻ എന്താ ചെയ്തേ? ഇപ്പം രാഹുലേട്ടൻ്റെ അടുത്ത് ഇനീഷ്യലി പറഞ്ഞത്, എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു റോളുണ്ട്, അപ്പം ഓഡിഷൻ ചെയ്ത് നോക്കാം, നമുക്കൊന്ന് ഓഡിഷൻ ചെയ്തിട്ട് നിന്നെ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഓഡിഷൻ ടൈമിലും മുന്നേ തന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ദേർ വാസ് ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം പുള്ളി പണ്ട് 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് പുള്ളിയുടെ വീട്ടിലൊരാൾ മരിക്കുകയും ഞാൻ അവിടെ പോകേണ്ടി വന്നായിരുന്നു ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ എന്നെ ഇതിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അതായത് ഞാൻ അതുപോലെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവനിങ്ങനെ ഈ പറയുന്ന പോലെ ഒരു ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. ഭയങ്കര കാഷ്വലി ഫുട്ബോൾ തട്ടി ഞങ്ങള് ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ച് സ്കൂളിൽ നിന്ന് നടന്നൊക്കെയാണ് ചെന്നത്. അപ്പം ഇവനിങ്ങനെ എൻ്റെ അടുത്ത് ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് സംസാരിച്ചത്, ഭയങ്കര കാഷ്വൽ ഫൺ ജോക്സ് ഒക്കെ പറയുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്ന അങ്ങനെയല്ല. ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു മെച്യൂരിറ്റിക്ക് ഞാൻ വിചാരിക്കുന്നത് വേറെ പോലെ ആയിരിക്കും, സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര കരച്ചിലും. പക്ഷെ ഇവൻ ഭയങ്കര കൂളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര വിയേർഡായിട്ട് തോന്നി. ഇവര് പാവം, അങ്ങനെ ഒരു ട്രോമാറ്റിക് ഫീൽ ആയിരുന്നു. അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര നോർമലായിട്ട് ഇത് നമ്മൾ ഇന്ന വർഷം വാങ്ങിച്ച പട്ടിയാ, ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര കാഷ്വൽ. എനിക്കത് ഇപ്പോഴും പോയിട്ടില്ല ആ വിഷ്വല്. അപ്പം ഞാൻ ഇതിങ്ങനെ രാഹുലേട്ടനടുത്ത് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു ഇത് കൊള്ളാം, അപ്പൊ നമുക്കെന്നാ ഇങ്ങനെ ഫുട്ബോളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാം. കുറച്ച് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു ആ സീന്. നമുക്കെന്നാ നീ ഫുട്ബോൾ വെച്ചോ, അതെടുത്തോ, നീ തട്ടിക്കൊണ്ട് നിന്നോ, നിനക്ക് ഇഷ്ടമുള്ള പോലെ പിടിച്ചോ, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇതാണെന്നുള്ളൊരു കാര്യം രാഹുലേട്ടൻ പറഞ്ഞിരുന്നു. ഓൾസോ രാഹുലേട്ടൻ ആക്ച്വലി ഒരു ഗംഭീര ആക്ടറാണ്. പുള്ളി വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുക എങ്ങനെ ചെയ്യാൻ പോണെന്ന് ചോദിക്കും. ചെയ്തിട്ട് രാഹുലേട്ടന് വേണ്ട ചില സാധനങ്ങളുണ്ട്, ചില മീറ്റേഴ്സും ചില ലുക്കും പോസും ഒക്കെ ഉണ്ട്. അത് രാഹുലേട്ടൻ കാണിച്ചു തരും. നമുക്കിങ്ങനെ കാണിച്ചു തരും, ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ നോക്കണം, അപ്പൊ ഇതിങ്ങനെ കിട്ടിയാൽ കൊള്ളാം, ബാക്കി നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു. സോ ദാറ്റ് ഈസ് വെരി കണക്ട്സ് വിത്ത് ദിസ് തിങ്. അപ്പൊ എനിക്ക് ക്യാരക്ടറിലേക്ക് ഇറങ്ങാനുള്ള ഒരു മെയിൻ ഇൻസ്പിറേഷൻ ഈ പറയുന്ന പോലെ എന്റെ ആ ഫ്രണ്ടിന്റെ ഒരു ഇൻസിഡന്റ് ആണ്. പിന്നെ രാഹുലേട്ടൻ സെറ്റ് ചെയ്യുന്ന മൂഡ് ഭയങ്കര ഈറി, അവിടത്തെ ക്രൗഡ്, സംസാരിക്കാത്ത കുറെ ആൾക്കാര്, ഭയങ്കര സൈലൻസും, നമ്മള് കൊണ്ടിരുത്തുന്നതേ അങ്ങനത്തെ ഒരു സ്പേസിലാണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിലേക്ക് കയറാനായിട്ട് എളുപ്പം. പൊതുവെ സെറ്റിലും സിനിമയുടെ മൂഡ് എന്താ പിടിക്കും. യെസ്, ശരി. ഇപ്പം ഞാൻ പറയണത് ഈ സ്ക്രീനിന്റെ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ മാത്രം. ഇപ്പൊ പുറത്ത് ഫുൾ ചില്ലാണ്, ഫൺ. നമുക്ക് തോന്നില്ല ഒരു ഹൊറർ പടത്തിന്റെ സെറ്റ് ആണെന്ന് തോന്നില്ല. ഭയങ്കര കോമഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ഒക്കെയാണ്. പക്ഷെ ഞാൻ പേഴ്സണലി ഞാൻ പൊതുവെ ഭയങ്കര സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ എല്ലാവരുടെ അടുത്തും കയറി അലമ്പ് സംസാരവും ഒക്കെയാണ്. ഞാൻ പക്ഷെ കൂടുതലും നൈസായിട്ട് മിണ്ടാതെ കുറച്ചേരം ഇരിക്കാൻ നോക്കിയായിരുന്നു, മാറി. ഈ ഒരു സെറ്റിൽ മാത്രം എനിക്കങ്ങനെ ഒരുപാട് ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉള്ള ദിവസമൊക്കെ ഞാൻ മാക്സിമം മാറിയിരുന്ന് മറ്റേ ഒറ്റയ്ക്ക് പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരുന്ന്. അപ്പൊ എനിക്ക് സംസാരിക്കുന്നത് തന്നെ പ്രാന്തായി, ഭയങ്കര ഒരു. അപ്പൊ ഞാൻ ക്യാമറയുടെ മുന്നിൽ വരുമ്പോഴും ഞാൻ ഭയങ്കര വീക്കായി. അതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റ്ലെസ് ആയിരുന്നു ഞാൻ.
പിന്നെ മാക്സിമം കാമാവാനാണ് നോക്കിയത്. എങ്ങനെയോ അതിലേക്ക് എത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ സജഷൻസ് പറയുമ്പോൾ ആള് ഭയങ്കരമായിട്ട് റിസീവിംഗ് ആണ് അല്ലെ? പിന്നെ എല്ലാരും ഇപ്പം പ്രണവ് ചേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും അല്ലെങ്കിൽ ജിബിൻ ചേട്ടൻ എല്ലാരും ഇങ്ങനെ ഓരോ അവരുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ ചോദിച്ചു നോക്കുമ്പോഴത്തേക്കും ചില പോയിന്റ്സ് മാറ്റാൻ സമ്മതിക്കില്ല. അവിടെയാണ് ചേട്ടന് വേണ്ട സാധനങ്ങൾ. ബാക്കി ദേ ക്യാൻ കണക്ട് ഇറ്റ് എനിഹോ, എന്ത് വേണേലും ചെയ്യാം. അങ്ങനത്തെ പ്രണവിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ വരായിരുന്നു. അപ്പൊ പ്രണവ് മോഹൻലാൽ വർഷത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഒരു സിനിമ ചെയ്താൽ മതി എന്നാണ് ആൾക്കാർ പറയുന്നത്. കാരണം പ്രണവിന്റെയും അതുപോലെ തന്നെ ജിബിൻ ചേട്ടന്റെയും ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. പ്രണവായിട്ടാണല്ലോ കൂടുതൽ കോമ്പിനേഷൻ. നിങ്ങൾ നേർക്കുനേർ നിന്ന് ചെയ്യാണ്, മത്സരിച്ച് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്. അപ്പോ ആ ഒരു കോമ്പിനേഷൻ പ്രണവായിട്ടുള്ള ഒരു എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സന്തോഷം ആയിരുന്നു എനിക്ക് പുള്ളിയായിട്ട് വർക്ക് ചെയ്യാൻ. ഞങ്ങൾ ആദ്യമായിട്ട് ശരിക്കും കാണുന്നത് ലുക്ക് ടെസ്റ്റിനൊക്കെ സമയത്താണ്. ലുക്ക് ടെസ്റ്റിന് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയി സ്റ്റുഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പോസ്റ്റേഴ്സിന് ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് പോസ്റ്റേഴ്സ് പിന്നെയും ഷൂട്ട് ചെയ്തു. അപ്പോഴൊക്കെ ഭയങ്കര കൊളാബറേറ്റീവ് എന്ന് വെച്ചാൽ എന്ത് എക്സ്റ്റെന്റിൽ വേണമെങ്കിലും. ഇപ്പം ആ ഒരു പോസ്റ്ററില്ലേ പുള്ളി ഇങ്ങനെ അലർന്ന പോലത്തെ ഒരു പോസ്റ്റർ, അതില് ഞാനിങ്ങനെ പറഞ്ഞത് നമുക്ക് വെയിൻസ് ഒക്കെ ഒന്ന് കാണണം. അപ്പം പ്രണവ് ചേട്ടൻ മറ്റേ ശ്വാസമൊക്കെ പിടിച്ച് ചെയ്ത് വെയിൻസ് ഒക്കെ അത്രയും ഡെഡിക്കേഷൻ ഉണ്ട്. ഓണാണ് എന്ത് എക്സ്റ്റെന്റിലും അത് പുൾ ഓഫ് ചെയ്യാൻ. പിന്നെ രാഹുലേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പുതിയ സാധനങ്ങളൊക്കെ പറയാം, അങ്ങനത്തെ കേട്ട് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു പുള്ളിയുടെ ഒപ്പം വർക്ക് ചെയ്യാനും. പിന്നെ ഞാൻ മെയിൻലി ശ്രദ്ധിച്ചിരുന്നത്, ഇപ്പം ഞാനൊരു സീൻ എടുക്കുന്നതിന് മുന്നേ എന്റെ സീനിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇതെങ്ങനെ ചെയ്താൽ കറക്റ്റ് ആയിട്ട് വരുമോ എന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കും, ചേട്ടാ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താലോ. അപ്പൊ തന്നെ പുള്ളി കഴിക്കുകയാണെങ്കിൽ പോലും വാ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇട്ടിട്ട് വരും. അങ്ങനെ നമ്മള് കുറെ പ്രാക്ടീസ് ചെയ്ത് നോക്കിണ്ട്. എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നീ വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്, ഇങ്ങനെ സിഗരറ്റ് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചു നോക്ക് എന്നൊക്കെ പറയുന്ന തരത്തിൽ ഹീൽ ടെൽ us things. നല്ല ഫൺ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ തമ്മിലിപ്പം ഷോട്ടിന് മുമ്പ് അങ്ങനത്തെ റിഹേഴ്സൽ പോലെ? പിന്നെ ഞാൻ രാഹുലേട്ടനെ പോലെ അറിയിക്കാതെ നൈസായിട്ട് പ്രണവ് ചേട്ടൻ ഫ്രീ ആണെങ്കിൽ ചേട്ടാ ഫ്രീ വരുമോ പിന്നെന്താ എന്ന് പറഞ്ഞ് വന്ന് നമ്മൾ മാറി നിന്ന് നൈസായിട്ട് ഡയലോഗ് പറഞ്ഞു പോകും. വേറെ എന്തെങ്കിലും രീതിയിൽ പറയാൻ പറ്റുമെന്നും കൂടെ നോക്കിയിട്ട് ഞങ്ങൾ രാഹുലേട്ടനോട് പറയും, ചേട്ടാ ഇത് ഇങ്ങനെ പറഞ്ഞോട്ടെ എന്നൊക്കെ സജഷൻ ആയിട്ട് ചോദിക്കും. സോ ആ കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ്, അടിപൊളിയാണ്. പൊതുവെ എല്ലാവരും ചിലർ പറയാറുണ്ട് ഇപ്പൊ പ്രണവിന് താല്പര്യമില്ല അഭിനയിക്കാൻ, നിർബന്ധിച്ച് അഭിനയിപ്പിക്കുന്നു എന്നൊക്കെ ആദ്യകാലങ്ങളിൽ പറയുമല്ലോ. പക്ഷെ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ പ്രണവ് എത്ര ഇന്നാണെന്ന് ആ ക്യാരക്ടറിന്റെ ഒരു ഔട്ടാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് പൊതുവെ ഒരു സെറ്റില് ആള് പൊതുവെ ഈ ഷൂട്ടിംഗ് പ്രോസസ്സ് അതെങ്ങനെയാണ്? ആളുടെ ഒരു മൂഡ് എന്താ? ഓൾവേസ് പ്രസന്റ്. അതാണ് എനിക്ക് തോന്നിയത്. എപ്പോഴും എല്ലാ ആക്ടേഴ്സിനെയും ഹെൽപ്പ് ഔട്ട് ചെയ്യണം. ഇപ്പം എനിക്കാണെങ്കിലും ലുക്ക് തരാനും പോലും ചേട്ടൻ വന്ന് നിന്നിങ്ങനെ ഡയലോഗ് ഓപ്പോസിറ്റ് എന്ന് പറയാ, പ്രാക്ടീസ് ചെയ്യാൻ എന്നെ ഫ്രീ ആകുമ്പോ വിളിച്ചോണ്ട് പോവാ. ഇപ്പൊ പോസ്റ്റർ ഷൂട്ടിൽ എനിക്ക് മനസ്സിലായത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഓരോ പോസ്റ്റൊക്കെ 10-20 തവണ. എനിക്ക് ടയേർഡ് എന്ന് വെച്ചാൽ ബാക്കി എന്ന് വെച്ചാൽ സമയത്തിന്റെ പോലും അല്ല, ടയറിംഗ് ആയിട്ടുള്ള കുറെ പോസ്റ്റേഴ്സ് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ച് എനിക്ക് പുള്ളിയുടെ ഡെഡിക്കേഷൻ, എനിക്ക് ഹി ലവ്സ് ദി ആർട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇപ്പൊ എല്ലാരും പറയുന്നുണ്ടല്ലോ ആളുടെ ബെസ്റ്റ് പെർഫോമൻസ്. നിങ്ങൾ ആ ഷൂട്ടിംഗ് പ്രോസസ്സിൽ അത് ഫീൽ ചെയ്തിരുന്നോ? പിന്നെ ഞാനിങ്ങനെ ഓരോ ഷോട്ടൊക്കെ ഇങ്ങനെ രാഹുലേട്ടൻ ഡയറക്റ്റ് ചെയ്ത് ഷോട്ട് ഓക്കെ എന്നൊക്കെ പറയുമ്പോ തന്നെ ഞാൻ ഇത് കണ്ടിട്ട് ദൈവമേ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്കത് അപ്പോഴേ ഫീൽ ചെയ്യുമായിരുന്നു. അടിപൊളിയായിരുന്നു. അരുൺ ഇപ്പൊ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ തിയേറ്ററിൽ സ്വാഭാവികമായിട്ടും കുറെ റിഹേഴ്സൽസ് അങ്ങനെ ഒരു കൊളാബറേറ്റ് ചെയ്ത് അല്ലെ അങ്ങനത്തെ പരിപാടികളാണല്ലോ. അപ്പം തിയേറ്ററിലെ പെർഫോമൻസിന് അത് ആവശ്യമാണ് താനും. അപ്പൊ സിനിമയിലേക്ക് ഒരു ഇത്തരം റിഹേഴ്സൽസ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണോ അല്ലെങ്കിൽ ആ സ്പോണ്ടേനിറ്റി ആണോ വർക്ക് ചെയ്യുക? വർക്ക്സ് ബോത്ത് വേസ്. ഇപ്പം കൂടുതൽ റിഹേഴ്സ് ചെയ്താൽ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത് വരില്ല. ഞാൻ ഏതോ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, ഒരു ആക്ടറുടെ ഫസ്റ്റ് ടേക്ക് ആണ് അയാളുടെ ഏറ്റവും അടിപൊളി ജെന്യൂൻ ടേക്ക്. ഇപ്പം ഡയലോഗ്സ് കാണപ്പാടം പഠിച്ചിട്ട് അത് മറന്നു കളഞ്ഞ് വന്ന് നിൽക്കുക എന്നുള്ളതാണ് അടിപൊളി പ്രോസസ്സ് എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. സോ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ കുറെ പ്രാക്ടീസ് കഴിഞ്ഞാൽ ഞാൻ ആ പ്രോസസ്സിൽ സ്റ്റക്ക് ആയി പോകും. ചിലപ്പോൾ ഇതാണ് എന്റെ മെത്തേഡ്, ഞാൻ ഇവിടെ നിൽക്കണം, ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനത്തിൽ ഞാൻ സ്റ്റക്ക് ആവും. പിന്നീട് ഞാൻ വരുമ്പം ചിലപ്പോൾ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ എനിക്ക് പുതിയൊരു സാധനം ഇട്ട് തന്നാലും ഞാൻ ചിലപ്പോൾ അവിടെ സ്റ്റണ്ട് ആവും, അല്ലെങ്കിൽ എനിക്ക് അതിനോട് ഓർഗാനിക്കലി റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെയാവും. അവിടെ സംഭവിക്കുന്ന ഒരു നാച്ചുറൽ മാജിക് ഉണ്ടല്ലോ, അത് ആക്ച്വലി പൊളിയാണ്. അപ്പൊ അതുകൊണ്ട് ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നേ ഞാനും മനസ്സിലെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ. ഡയലോഗും ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ പഠിച്ചു വെക്കും. പിന്നെ നാച്ചുറലി ഇപ്പം ഡയലോഗ് ആണെങ്കിലും നമ്മളിപ്പോ പറയുന്ന ഇടയ്ക്ക് ഇങ്ങനെ തെറ്റിപ്പോവുകയൊക്കെ ഉണ്ടല്ലോ, അത് തെറ്റിപ്പോകുന്ന ആക്ച്വലി നല്ലതാണ്. അതെ അതെ അതെ. സോ ഡയലോഗ് it has to communicate. If the director feels it's not right, അത് തെറ്റാണ്. പക്ഷെ ഐ ഫീൽ പേഴ്സണലി ഭയങ്കരമായി റിഹേഴ്സ് ചെയ്ത് നമ്മുടെ മനസ്സിൽ ഒരു പാറ്റേൺ ഉറപ്പിച്ചാൽ ചിലപ്പോൾ ആ ഷോട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പുതിയൊരു സാധനമായിരിക്കും കാണുക, പുതിയ സിറ്റുവേഷൻ ആയിരിക്കും. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആക്ടർ വേറൊരു മൈൻഡിലായിരിക്കും വരിക, അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് നമുക്ക് ഇപ്പം സീനിൽ
ആസ് ഐ ടോൾഡ് യു വേറൊരു പ്ലാൻ ആയിരുന്നു. പെട്ടെന്ന് നമുക്ക് ഫുട്ബോൾ വന്നിട്ട് എടാ ഫുട്ബോൾ തട്ടി സംസാരിച്ചെന്ന് പറഞ്ഞാൽ അയ്യോ നായിപ്പോ വരുന്നല്ലോ. വി ഹാവ് ടു ബി റെഡി എന്നുള്ള സ്പോണ്ടേനിയസ് ആകുമ്പോൾ ഭയങ്കര നാച്ചുറൽ സാധനം വരും ഞാൻ വിശ്വസിക്കുന്നു. ഈ തിയേറ്റർ ചെയ്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതേ ഈ ഇൻഹിബിഷൻസ് മാറ്റുക അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ എന്തിനും റെഡി ആക്കിയിട്ടുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും കുറച്ച് തൊലിക്കെട്ടി വന്നിട്ടുണ്ട്. ഇപ്പം നാടകങ്ങൾ ചെയ്യാറില്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ ഇപ്പം എല്ലാം കൂടെ പിടിച്ച് സമയവും കറക്റ്റ് കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പോകും എല്ലാ സൺഡേസും സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചന്ദ്രഹാസൻ സാറിന്റെ ലോകധർമ്മിയിൽ പോയി അവിടെ ഇരിക്കും. നാടകമായിട്ട് ചെയ്യില്ലെങ്കിലും ക്ലാസ് വർക്ക്ഷോപ്പ് ഒക്കെ ഉള്ളപ്പോ ഇടയ്ക്കൊന്ന് പോയിരുന്ന് കേൾക്കാനും. നാടകമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറെ നാളായിട്ട്, ചെയ്യണം. അതൊരു തരം റിഫ്രഷിംഗ് ആയിരിക്കും അല്ലേ? ഓ പിന്നെ അടിപൊളിയാണ്. നമ്മുടെ ഒരു കെട്ടഴിഞ്ഞ ഒരു ഫീല് കിട്ടുന്നത്. അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞോ ഈ സിനിമ കണ്ടിട്ട് ഇങ്ങനെ? എനിക്ക് തോന്നുന്നു സാറൊക്കെ ഇത്തിരി തിരക്കായതുകൊണ്ട് ഇതുവരെ ഞാൻ കൊണ്ടുപോയി കാണിച്ച് സെറ്റ് ആക്കണം. ഞാൻ ഇപ്പൊ പടക്കളത്തിലൊക്കെ വേറൊരു കൂൾ ക്യാരക്ടർ, വേറൊരു തരം ക്യാരക്ടറാണല്ലോ. അതും ഇതും ചെയ്യുമ്പോഴേ ഇങ്ങനെ ഇത്രയും ഹെവി സീനുകളൊക്കെ ചെയ്യുമ്പം അങ്ങനെ ഇമോഷണലി കുറച്ച് എക്സോസ്റ്റഡ് ആവാറുണ്ടോ? ഓർ കട്ട് പറഞ്ഞാൽ തീർന്നു അങ്ങനെയാണോ? അയ്യോ അങ്ങനെയൊന്നുമില്ല. ശരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഇത് കിട്ടാൻ വേണ്ടിട്ട് കുറെ എന്നെ തന്നെ ഐസൊലേറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് സെറ്റിലിരുന്ന് ആരോടും സംസാരിക്കാതെ പ്രാന്തായി എന്നല്ലാതെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമം വരെ അങ്ങനെയില്ല. ഞാൻ ചിന്തിക്കും ഈ ക്യാരക്ടർ ഈ സമയത്ത് ഇങ്ങനെ ആയിരിക്കും ചിന്തിച്ചിട്ടുള്ള, ഇതാണ് എന്റെ മൈൻഡ് സ്പേസ് എന്നൊക്കെ ഓവറായിട്ട് തിങ്ക് ചെയ്യും. പക്ഷെ അങ്ങനെ എന്നെ എഫക്ട് ചെയ്തിട്ടില്ല ഭാഗ്യത്തിന് ഇതുവരെ, ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടില്ല. ഷോർട്ടൊക്കെ എടുത്തു കഴിയുമ്പോൾ ഇച്ചിരി ടയറിംഗ് ആയിട്ട് തോന്നും, അയ്യോ എന്നുള്ളൊരു സാധനം തോന്നും. പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇനി ഏതെങ്കിലും ഷൂട്ട് നടക്കുന്ന സിനിമകൾ, പറയാറായിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാ? ഇപ്പൊ ഞാൻ നിലവിൽ അഭിനയിച്ചിപ്പോ കഴിഞ്ഞത് സർവമായ എന്ന് പറഞ്ഞ സിനിമ. അതും ഒരു കോമിക്കൽ സാധനമാണ്. പിന്നെ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ സ്റ്റാർട്ട് ആവാൻ നിൽക്കുന്നത്. നത്തിങ് ഈസ് കൺഫേം ചെയ്തിട്ടുള്ള. ഇപ്പൊ DCയുടെ കണ്ടിട്ടേ അച്ഛനമ്മയൊക്കെ എന്താ പറഞ്ഞേ? അവര് കൂടെ വന്നിരുന്നോ സിനിമ കാണാൻ? പിന്നെ അവര് ഭയങ്കര എക്സൈറ്റഡ്. അവര് പറഞ്ഞത് നന്നായിട്ട് കൊള്ളാം, അഭിനയിച്ച് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അവര് ചില സീനുകൾ കണ്ട് അവര് പേടിച്ച് എന്റെ മേത്തൊക്കെ ഇങ്ങനെ പിടിക്കട്ടെ. അയ്യോ, അമ്മയ്ക്ക് ഇമോഷണൽ പ്രശ്നമുണ്ടോ? അതായത് മോൻ എന്തെങ്കിലും പറ്റിയ കരയ അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ? ഇല്ല. അല്ല, ചിലർക്ക് സിനിമയാണെന്ന് അറിയാമെങ്കിലും അങ്ങനെ. ഇപ്പൊ മോഹൻലാലിന്റെ അമ്മയൊക്കെ പറയാറുണ്ടല്ലോ അടി കിട്ടുന്ന കാണുമ്പോ സങ്കടം വരും എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഇല്ല അല്ലേ? ഓക്കെ. ഈ ഇപ്പൊ പൊതുവെ DCയുടെ തിയേറ്റർ കണ്ട ഒരു മൂഡുണ്ടല്ലോ, ഒരു ഓഡിയൻസ് ആയിട്ട് പോയി തിയേറ്ററിൽ കാണുമ്പോൾ തോന്നിയത്. നിങ്ങളിപ്പോ സിനിമയായിട്ട് കുറെ നാളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, എല്ലാം മുക്കുമൂലം അറിയാം. പക്ഷെ എന്നാലും തിയേറ്റർ കണ്ടപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാൻ ഇവൻ ദോ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സിലൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരാ സൗണ്ട് സ്കേപ്പ് ഉണ്ടാക്കിയ ഫീലും മൊത്തത്തിൽ വിഷ്വലും സൗണ്ടും ഒക്കെ കൂടെ ബ്ലെൻഡ് ചെയ്തുള്ള ഒരു കഥ പറച്ചിലും എല്ലാം എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിരുന്നു, ഭയങ്കര ന്യൂ ആയിരുന്നു. ഒരു രോമാഞ്ചം വരും ചില സാധനം ഇങ്ങനെ സൗണ്ടിങ് ഒക്കെ പോകുന്നതും. പിന്നെ ആക്ടേഴ്സ് ഭയങ്കര ഈസിലി പ്ലേ ചെയ്യുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് പ്രണവ് ചേട്ടന്റെ സീൻസും ജിബിൻ ചേട്ടന്റെ കോമ്പിനേഷനും ഏറ്റവും ജയചേച്ചിയുടെ ഒക്കെ ലാസ്റ്റ് കുറെ സാധനമൊക്കെ ഗംഭീരം. ഞാനിങ്ങനെ ഫുള്ള് ഇങ്ങനെ ഒരു എന്നുള്ളൊരു സാധനം കിട്ടുമായിരുന്നു. മ്യൂസിക് എനിക്ക് ഭയങ്കര, എനിക്ക് 2-3 പ്രാവശ്യം കൂടെ കാണും. ഹൊററിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യൂല വരും എന്നൊക്കെ. പക്ഷെ എനിക്ക് ഇത് ഒന്നുകൂടെ ഒക്കെ കാണണം, വീണ്ടും കാണണം എന്നൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ട് ആ പടത്തിന്. പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു, ബ്രില്യന്റ് സാധനമായിട്ടാണ് തോന്നിയത്. ഇതിന്റെ പോസ്റ്റർ ഡിസൈനിങ്ങിലേക്ക് വരുമ്പോഴേ ചോദിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. സാധാരണ ഇപ്പൊ പോസ്റ്ററിൽ തന്നെ നമുക്ക് ആ ഒരു ഹൊറർ ഫീല് വേണമല്ലോ. അപ്പൊ സാധാരണ നിങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, ആ ഒരു ബ്ലെൻഡ് കൊണ്ടുവരാന്നുള്ളതേ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാ? പേഴ്സണലി ഹൊറർ ഫീലാണ് ചേച്ചി. ഇപ്പം നമ്മളിപ്പോ ഇതിന്റെ ഇനീഷ്യൽ ടൈമിൽ ആദ്യം ചെയ്തൊരു ആർട്ട് വർക്കാണ്, ഒരു പെയിന്റിംഗ് ആണ് ചെയ്തത്. സോ നമ്മൾ കഥ വായിച്ചു കഴിഞ്ഞപ്പോ തന്നെ എന്തുകൊണ്ടോ ഇതിന്റെ കഥയുടെ ഒരു എലമെന്റ് ആയിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്ന് തോന്നിയിട്ട് ഒരു റിനസോൺസ് സ്റ്റൈൽ പെയിന്റിംഗ് ഇത്തവണ പിടിക്കാം, അല്ലെങ്കിൽ ഒരു ഓയിൽ പെയിന്റിങ് വരച്ച് നോക്കണം, കുറെ ആഗ്രഹമുണ്ട്. ഇപ്പൊ ബ്രഹ്മയുഗത്തിന് നമ്മളൊരു ഒരു ആർട്ടാണ് വരച്ചത് ആദ്യം, പക്ഷെ ഡിജിറ്റലി അതിന്റെ ഫസ്റ്റ് ഒരു സ്കളൊക്കെ ഉള്ള ഒരു ആർട്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത് ഇതിൽ വരുമ്പോ എന്നാ ക്യാൻവാസിൽ വരച്ചാലോ, ഒരു എക്സ്പെരിമെന്റ് അടിക്കും. അപ്പൊ രാഹുലേട്ടനും രാംസാറും ഫുൾ സപ്പോർട്ട്, ക്യാൻവാസ് വാങ്ങിച്ചുതരാം, പെയിന്റ് വാങ്ങിച്ചുതരാം, പിടിച്ചോ. അപ്പം എന്നാ ട്രൈ ചെയ്യാം, നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, ഒരു പുതിയ ആർട്ടായിരിക്കും. നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്ത് അതിന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ റിസർച്ച് ചെയ്ത ടോപ്പിക്സ് എന്ന് വെച്ചാൽ പ്രോപ്പർ ഡെത്ത്, ഡേ ഓഫ് റാത്ത് എന്താണ്, ആഫ്റ്റർ ഡെത്ത് സാധനങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ വിഷ്വൽസ് ഇമേജറി എങ്ങനെയാണ്. സോ അതിനെ സിംബലൈസ് ചെയ്തും അതിനെ കണക്ട് ചെയ്തുള്ള ഒരുപാട് കണ്ടന്റ് നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ജോജോ എന്ന് പറഞ്ഞ പയ്യനെ അത് വരച്ചത്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയ റിസർച്ച് ആക്ച്വലി ഹാസ് ഹെൽപ്ഡ് ത്രൂ ഔട്ട് ദ ക്യാമ്പയിൻ. എന്ന് വെച്ചാൽ എങ്ങനെ ഒരു ഈറിനെസ് പിടിക്കാം. ഇപ്പൊ വിഷ്വൽസില് 2 തരം വിഷ്വൽസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമുക്ക് ഡിസ്റ്റർബൻസ് തോന്നുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ, ചില സാധനങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇത് നമുക്ക് പേഴ്സണലി എവിടെയോ കണക്ട് ആയിട്ട് ഒരു ഡിസ്റ്റർബൻസ് തോന്നും.
ചില പെയിന്റിങ്സിൽ എസ്പെഷ്യലി ചില ഇമേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിഷ്വലിൽ നിൽക്കുന്ന ആളുടെ ട്രോമ കണക്ട് ആവുന്ന പോലത്തെ വിഷ്വലും ഉണ്ട്. സോ ഐ വോണ്ട് ടു ബ്ലെൻഡ് ബോത്ത് ഓഫ് ദീസ് ടുഗദർ. ഇപ്പം പോസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും നമ്മുടെ ടീം എല്ലാവരും കളക്റ്റീവ്ലി തിങ്ക് ചെയ്തത് ആഫ്റ്റർ സർട്ടൻ പോയിന്റ് ദ ക്യാമ്പയിൻ ഓൺലി ഹാസ് പ്രണവ് ചേട്ടൻ. എല്ലാത്തിലും പ്രണവ് ചേട്ടൻ മാത്രമേ ഉള്ളൂ, വേറെ ആരെയും നമ്മൾ കാണിച്ചിട്ടില്ല. സോ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഇത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് തോന്നുന്നു, പുള്ളി മാത്രമേ ഉള്ളൂ, വേറെ വിഷ്വല് കാണുന്നില്ലല്ലോ. അപ്പം എങ്ങനെ ഇപ്പം റെഡ് ആസ് എ ടോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിയറിനെയും ബ്ലഡും ഒക്കെ സിംബലൈസ് ചെയ്യുന്ന പോലെ നല്ല ബ്രാൻഡിങ് ആയിട്ട് തോന്നി. സോ റെഡ് ആൻഡ് ബ്ലൂ യൂസ് ചെയ്യാമെന്ന് നമ്മളെല്ലാവരും ഡിസൈഡ് ചെയ്തു. നമ്മളൊരു മൂഡ് ബോർഡ് ഉണ്ടാക്കി നോക്കി, ഫോട്ടോഗ്രാഫിക്കലി ഒരുപാട് സാധനങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത്. വേറെ പടങ്ങളുടെ പോസ്റ്റേഴ്സ് നോക്കിയിട്ടില്ല, കൂടുതലും ഫോട്ടോഗ്രാഫ്സ് ആണ് നോക്കിയത്. റെഡ് ടോണാലിറ്റിയിലും ബ്ലൂസിലൊക്കെ ഒരു സ്പേസിലുള്ള ഒരു മൂഡ് ബോർഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ രാവിലെ കാണിച്ചു. ഹി വാസ് ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പം അതിൽ എല്ലാവരും ഇൻപുട്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ടൈറ്റിൽ ചെയ്യുന്ന യദുവിന് ഈയുടെ വിഷൻ, കിഷോറിന് വേറൊരു വിഷൻ. അപ്പൊ സോ എല്ലാം കളക്ട് ചെയ്തൊരു മൂഡ് ബോർഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ റിസർച്ച് അതിലോട്ട് ഇറക്കി. എന്നിട്ട് ഈ പറയുന്ന പോലെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ട് ഐഡിയാസ് പ്ലാൻ ചെയ്ത് ഫോട്ടോഷൂട്ട് എടുത്തു. ദെൻ ആർ ഗോൾ വാസ് ടു മേക്ക് ഇറ്റ് വിഷ്വലി ഡിഫറെന്റ്. ഇപ്പം ഒരേ ആക്ടർ തന്നെയാണ് എല്ലാത്തിലെങ്കിലും ഓരോ പോസ്റ്റർ ഓരോ കഥ, ഓരോ ആക്ടറിന്റെ ആ ഫിയറിന്റെ ജേർണി, ആ ഫിയറിന്റെ സ്കെയില് കൂടി വരണം, 3 stages ഓഫ് ഫിയർ കാണണം എന്നൊക്കെ പറയുന്ന തരത്തിൽ നമ്മൾ ഇന്റൻഷനലി തിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ അലോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്താണ് പോയത്. അതാണ് ബേസിക്. അപ്പൊ ഫോട്ടോഷൂട്ട് ഒരു ദിവസം കൊണ്ട് ചെയ്തോ? ഫോട്ടോഷൂട്ട് ചെയ്ത് നമ്മളൊരു ടെസ്റ്റ് ഷൂട്ട് എടുത്ത് ആദ്യം. നമുക്ക് ഇത് ഭയങ്കര അല്ലല്ല അപ്പൊ ഞാൻ നിന്ന് പ്രണവ് ചേട്ടൻ ഇപ്പൊ ചെയ്തേക്കുന്ന എല്ലാ പോസ്റ്റേഴ്സും എന്റെ ഒരു പോസ്റ്റർ ഉണ്ട് അതില്. അപ്പം ഞാൻ നിന്ന് അഭിനയിച്ച് നോക്കും. ലൈറ്റിംഗ് ഫിഗർ ഔട്ട് ചെയ്യാനാണ് ഏറ്റവും ടൈം എടുത്തത്. സോ അർജുൻ ഗലിംഗിലാണ് ഫോട്ടോഗ്രാഫി ചെയ്തത്. സോ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി, പല പുതിയ ലൈറ്റ്സും പുതിയ സാധനങ്ങളും ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്ത് നോക്കി. വർക്ക്ഡ് ഔട്ട്, കൊള്ളാമെന്ന് തോന്നിയിട്ട് അടുത്ത ദിവസമാണ് നമ്മൾ പ്രണവ് ചേട്ടനെ കൊണ്ടുവന്ന് ഈ ഫോട്ടോസ്, ഇപ്പൊ ഞാനുള്ള ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ഞാൻ പോസ്റ്റർ കാണിച്ചു കൊടുത്തു രാവിലെ. അത് വർക്കായി, ആ ക്യാമ്പയിൻ കൊള്ളാം. ഇപ്പൊ ഒരു ഫ്രം ടുഡേ വരെയുള്ള ഒരു ഐഡിയ അപ്പോഴും ഉണ്ട്, ക്യാമ്പിംഗ് കൊള്ളാം ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ടാണ് പ്രണവ് ചേട്ടൻ വന്നിട്ട് പരിപാടി. ഓ, അപ്പൊ ഈ ഫോട്ടോഗ്രാഫറായിട്ടും നിങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യണമല്ലോ അല്ലെ? എത്രയും ലൈറ്റ്സ് വേണം, എന്താ മൂഡ് വേണം അല്ലേ? ഐ മീൻ ലൈക് ഫോട്ടോഗ്രാഫറിന്റെ ഇൻപുട്സ് ഉറപ്പുണ്ടോ? നമ്മളിപ്പോ മൂഡ് ബോർഡ് കൊടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ഒരു തോട്ട് വെച്ചിട്ട് അവരുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ നടത്തിയിട്ട് ഹീൽ ഗിവ് us ഒരു കോൺസെപ്റ്റ്, ഒരു ഐഡിയ, അതായത് നമുക്ക് ഇങ്ങനെ ലൈറ്റ് ചെയ്യാം, ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് ചെയ്യാന്നൊക്കെ പറയുന്നത്. അതും കൂടെ വെച്ചിട്ടാണ് നമ്മള് ഫിഗർ ഔട്ട് ഹൗ ടു പ്ലേ. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തന്നെ ഈ ഐഡിയ വന്നു, ഇതിലൊരു സ്റ്റക്കായ മൊമെന്റ് ഉണ്ടാവില്ലായിരിക്കും അല്ലെ? മേ ബി ഇങ്ങനത്തെ കഥ ആയതുകൊണ്ട് തന്നെ ഓക്കെ ഇതായിരിക്കും മൂടെന്ന് നിങ്ങൾക്ക് ആദ്യമേ. സ്റ്റക്കായ മൊമെന്റ് എന്ന് വെച്ചാൽ പ്രീവിയസ്ലി ഒരു കഥയ്ക്ക് വേറൊരു എലമെന്റ് ഉണ്ടായിരുന്നു, ആ ടോണാലിറ്റിയിൽ ഫുൾ പോസ്റ്റർ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. ഒരു വേറെ തരം ക്യാമറയിൽ ഷൂട്ട് ചെയ്യണം, പ്രിന്റിൽ ഒരു ഒട്ടും വർക്ക് ആവില്ല. പിന്നെ നോക്കിയപ്പം രാഹുലേട്ടനും റെഡ് വാസ് വർക്കിംഗ്, നമുക്കും സെൻസിബിളി റെഡ് പടമായിട്ട് കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. ഈ റെഡ് ഒരു ലക്കി കളറാണോ? ലക്കിയാണെന്ന് തോന്നുന്നു. ക്ലിപ്പും റെഡ് ആയിരുന്നു. ഈ ക്ലിപ്പ് കാണുമ്പോ ഇപ്പൊ പേടി, തലയെ കുത്തപ്പോ പേടിയാണ് എങ്ങാനും തലയിലേക്ക് കയറി വന്നാലോ സാധനം. ഇപ്പം ഞാൻ നിങ്ങളുടെ പേജ് നോക്കുമ്പം മഹേഷന്റെ പടം പേട്രിയറ്റ് നിങ്ങളാ ചെയ്യുന്നത്. അതൊരു ഭയങ്കര ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. മോഹൻലാൽ മമ്മൂട്ടി കോമ്പിനേഷൻ വരുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് ആ ഒരു ഫസ്റ്റ് തോട്ട് ഉണ്ടല്ലോ, എന്ത് വേണം എന്നായിരുന്നു? നമ്മളെല്ലാരും ഇതുപോലെ തന്നെ തിങ്ക് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ലാലേട്ടനും മമ്മൂക്കനും ഒന്നിച്ച് കാണിക്കാം ഇതുവരെ കാണാത്ത രീതിയിൽ. സോ ഫിലിം ഇസ് ഓൾസോ വെരി ഡിഫറെന്റ്, പുതിയൊരു ആസ്പെക്ട് ഉണ്ട് ആ പടത്തിന്. സോ മഹേഷ് ചേട്ടൻ ഭയങ്കര ഓപ്പൺ ആണ്, എന്താണ് ചെയ്തു നീ എല്ലാരും കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും ചെയ്തോ എന്നുള്ളൊരു സാധനമായിരുന്നു. സോ നമ്മളൊരു പ്രോപ്പർ ഫോട്ടോ ഷൂട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിൽ ഒരു പുതിയൊരു ക്യാമ്പയിൻ ഐഡിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കുറെ ഐഡിയാസ് ഉണ്ട്, അപ്പൊ അതൊക്കെ അക്യുമുലേറ്റ് ചെയ്തൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സോ വി ആർ വെയിറ്റിംഗ് ടു ഡു ദാറ്റ്. ഇപ്പൊ ഇമീഡിയറ്റ്ലി ഇപ്പം മമ്മൂക്ക വന്നു, എല്ലാരും വീണ്ടും ഓൺ ഷൂട്ട് നടക്കുന്നോണ്ടിട്ട് വി ഹാവ് ടു ഡു ഇറ്റ് അഗൈൻ. അത് ചെയ്തിട്ട് വേണമെന്ന് ഇറക്കാം. അപ്പൊ ടീച്ചർ വന്നപ്പം ഈ തോടെ ഓക്കെ നമുക്ക് ആ പേര് രജിസ്റ്റർ ചെയ്യണം, ഇതാണ് ടൈറ്റിൽ. സോ നമ്മൾ തമ്മിൽ പേര് മാത്രം ഉണ്ടായിരുന്നു, ബാങ് ഓൺ പേര് കാണിച്ചു, അതായിരുന്നു പരിപാടി. പക്ഷെ അതിന്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് ഡീകോഡിംഗ് വന്നു തുടങ്ങിയില്ലാവോ? അങ്ങനെ ഡീകോഡ് ചെയ്യാനൊന്നുമില്ല, ചെറിയ സാധനങ്ങളല്ലേ. ഓക്കെ, ഈ ഇത്രയും വലിയ സ്റ്റാർസിന്റെ ഒരു വലിയ സ്റ്റാർ എന്ന് വെച്ചാൽ ഇങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന സിനിമകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴേ പോസ്റ്റർ ആണല്ലോ ആദ്യമായിട്ട് പ്രേക്ഷകർക്ക് എന്താ സാധനം എന്ന് കൊടുക്കുക. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, അതേസമയം ഒരു ചാലഞ്ചിങ് ആയി ഫീൽ ചെയ്യാറുണ്ടോ? അത് രസമായിട്ടാണോ എടുക്കുന്നത്? എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആണ് അത്. എനിക്കെന്ന് മാത്രമല്ല, ഇപ്പം ഇനീഷ്യലി ഒക്കെ
നമുക്ക് ചെറിയൊരു പേടിയുണ്ടാവും, ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുമോ ഇങ്ങനെ ചെയ്താൽ. പിന്നെ അങ്ങോട്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പുതിയ സാധനം പിടിക്കാം, ഒന്നും പേടിക്കണ്ട, നമുക്ക് നോക്കാം, പാളി പോയി അടുത്തേക്ക് പിടിക്കാന്ന് പറയുന്നത് എവരിബഡി ഈസ് ഓൺ. അഴിഞ്ഞാടാൻ റെഡിയാണ് അല്ലേ? അല്ലെ, എന്തും ചെയ്യാം, എന്ത് വേണമെങ്കിലും ട്രൈ ഔട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ട്, ചെയ്തു നോക്കുന്നു. കാന്തയും നിങ്ങളല്ലേ? കാന്തയും നമ്മൾ. അതൊരു ഈ പറഞ്ഞ പോലെ വേറൊരു വലിയ സിനിമ. എങ്ങനെയാ കാന്തയിലേക്ക് എത്തുന്നത്? കാന്തയിലേക്ക് നമ്മള് കീടാക്കോള എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായി തെലുങ്കില്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് റാണ സാറാണ്. സോ റാണ സാർ ഐ തിങ്ക് ന്യൂ അവർ വർക്ക് ഫ്രം ദർ. അപ്പൊ അങ്ങനെ പിന്നെ വേഫറായിട്ടും നമ്മൾ ഒരു 2-3 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ലോകയും ഓൾസോ. സോ അങ്ങനെ കണക്ട് ആയി പിടിക്കാം എന്നുള്ളൊരു സാധനം. ലോക ഈ റിസീവ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് എന്താ? സിനിമ കണ്ട് ഇത്രയും വലിയ റിസപ്ഷൻ ഉണ്ടാകുന്നു, ഭയങ്കര സന്തോഷം. നമ്മൾ വർക്ക് ചെയ്ത ഏത് സിനിമയും ഹിറ്റ് അടിക്കുന്നതാണ് നമുക്ക് ഇങ്ങനെ ലോകയിലെ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. അപ്പൊ എല്ലാവരും പ്രൗഡായിരുന്നു. എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ പ്രിന്റ് ഒക്കെ കാണുമ്പോൾ ഇപ്പൊ ഓരോരുത്തരും ചെയ്യുന്ന ഡിസൈൻസ് പ്രിന്റ് വരുമ്പോ അവര് തന്നെ പോയി ഫോട്ടോ എടുക്കുക, തിരിച്ചു കൊണ്ടുവന്ന് കാണിക്കുക, പ്രിന്റ് ടെസ്റ്റ് പ്രിന്റ് അടിക്കുമ്പോൾ നമ്മൾ ഓരോ പ്രോസസ്സിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ലോകയായിട്ട് വർക്ക് ചെയ്യാൻ. പിന്നെ നിമിഷേട്ടനും ഡൊമിനിക്കേട്ടനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുവൊക്കെ ചെയ്യും. നിമിഷേട്ടൻ ഇസ് ലൈക്ക് അവർ മെന്റർ. ആദ്യം തൊട്ടേ നമ്മൾ ഒരുപാട് ഗൈഡ് ചെയ്തിരുന്ന ഒരാളാണ്. സോ അവരായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര പീസ്ഫുൾ ആണ്. നമ്മളെ പുഷ് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ സാധാ സാധനമൊക്കെ ഇടയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പോടാ പറയുന്നൊരു സാധനമുണ്ട്. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ പൊട്ടൻഷ്യൽ അവര് നമ്മളെ പുഷ് ചെയ്ത് യൂസ് ചെയ്യും. സോ പടം ഹിറ്റ് അടിക്കുന്ന കാണുമ്പോൾ സന്തോഷം. നമ്മൾ 300 അടിക്കുന്ന പ്രതീക്ഷയില്ല, എന്നാലും ഭയങ്കര മൈൽ സ്റ്റോണിന്റെ ഭാഗമായാലും സന്തോഷം. ഈ സക്സസ്ഫുൾ പോസ്റ്റേഴ്സ് വരില്ലേ, അതും നിങ്ങൾ തന്നെയാണ് അല്ലേ ചെയ്യുക? സക്സസ്ഫുൾ ആസ് ഇൻ 100, 200 അങ്ങനത്തെ മോസ്റ്റ് ഓഫ് ടൈം. ചില സമയത്ത് ഇപ്പൊ ക്യാപ്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള പോസ്റ്റേഴ്സും അങ്ങനത്തെ PR പോസ്റ്റേഴ്സ് ഒക്കെ വേറെ ഏജൻസീസും ചെയ്യാറുണ്ട്. സർവ്വമയെ കുറിച്ച് പറഞ്ഞ അഭിനയിക്കുന്നുണ്ട് അല്ലേ? പോസ്റ്റർ നിങ്ങളാണ് അല്ലേ? ഓക്കെ, എന്താ വെരി എക്സൈറ്റിംഗ് സാധനം. അതൊരു ചെറിയ ഫാന്റസി ടച്ച് ഉള്ള കോമിക്കൽ പടമാണ്. നിവിൻ ചേട്ടനും അജു ചേട്ടനും കോംബോ അജു കോംബോ കുറെ നാൾക്ക് ശേഷം. അതെ അതെ, അത് ഓൺ സെറ്റും അവര് വൻ കോമഡിയും സാധനങ്ങളും ഫണ്ണും ആണ്. അപ്പം പിന്നെ അഖിലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ സുഖമാണ്. ഞാൻ ഒരു സിനിമ സെറ്റാണെന്ന് ഞാൻ തോന്നുന്നില്ല, അങ്ങനെ എല്ലാം റിലാക്സ്ഡ്. ഞാൻ അവിടെ ചെന്നപ്പോഴും ഇപ്പം എന്റെ അച്ഛനും ഒരു ദിവസം വന്നായിരുന്നു. അപ്പൊ അച്ഛനെയൊക്കെ കൊണ്ടുപോയി പുള്ളി നിവിനായിട്ട് ഫോട്ടോ എടുക്കാൻ വരൂ എന്നൊക്കെ പറയും. ഭയങ്കര അങ്ങനെ ഒരു ഇത് ഉണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഖിലേട്ടനായിട്ട് വർക്ക് ചെയ്യാനും. ഓവർ ദ കോൾ ആണെങ്കിലും ചേട്ടൻ ഗൈഡ് ചെയ്യുന്നതും നമുക്ക് തരുന്ന ഒരു ഫീഡ്ബാക്കും ഒക്കെ എവരിബഡി ലവ്സ്. ഇപ്പം സർവ്വമായ എന്ന് പറഞ്ഞാൽ എല്ലാവരും റെഡിയാണ് ചെയ്യാം. സുഖമുള്ള സാധനം. ഇപ്പം അഭിനയിക്കുന്ന സമയത്തും എനിക്ക് അതാ തോന്നിയത്. ഭയങ്കര രസമുള്ളൊരു, ഞാൻ കുറച്ചൊരു ഇച്ചിരി കോമിക്കല് തന്നെ കുറച്ച് ഒരു വേരിയേഷൻ ഉള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്. അപ്പം അതും ഹി ട്രസ്റ്റഡ് മീ. എനിക്ക് പടക്കളത്തിന്റെ ട്രെയിലർ കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. അതിന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, നീ ട്രൈ നോക്കുന്ന പറഞ്ഞു. സോ അങ്ങനെ നിവിൻ പോളിയുടെ ഒരു ഫാൻ ബേസ് അറിയാലോ അല്ലെ? നിവിനായിട്ട് എങ്ങനെയാ? നിവിന്റെ ഒരു മൂഡ് എന്താ ചെയ്യുമ്പോ? ചില്ലാണ് പുള്ളി, അടിപൊളി പുള്ളി. നമ്മളെ ഈ പറയുന്ന പോലെ പുള്ളി ചില സാധനമൊക്കെ നമ്മുടെ സീനൊക്കെ കണ്ടിട്ടും ചിരിച്ച് എടാ ഇങ്ങനെ ചെയ്യടാ അടിപൊളിയാടാ അതൊക്കെ പറഞ്ഞ് ചിരിച്ച് ഭയങ്കര ഫൺ. എല്ലാരും ആ സെറ്റ് അടിപൊളിയായി. ഇനി വേറെ ഏതൊക്കെയാ ലിസ്റ്റിലുള്ളത്? കുറെ നിങ്ങളുടെ പേജ് കാണുമ്പോൾ കുറെ വലിയ വലിയ സിനിമകൾ നമുക്ക് കാണാനുണ്ട്. ഡിസൈൻ ഇപ്പം നമ്മള് നാഗചൈതന്യ സാറിന്റെ ഒരു തെലുങ്ക് ഫിലിം ചെയ്യുന്നുണ്ട്. രശ്മിക മാമിന്റെ ഒരു പടം ചെയ്യുന്നുണ്ട്. പിന്നെ തമിഴില് മന്ദാടി എന്ന് പറഞ്ഞ സൂരി സാറിന്റെ ഒരു ഫിലിം. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് 1-2 പടം വെച്ച് ബോളിവുഡിൽ ഒരു പടം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫോട്ടോഷൂട്ടിന്റെ ഇങ്ങനെ ഓരോരോ സെക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഓൾറെഡി ഒരു അനൗൺസ്ഡ് ഫിലിമാണ്. ഒരു ആലിയ ഭട്ടിന്റെ ഫിലിമാണ്. വേറെ ആലിയ ഭട്ട്, അനിൽ കപൂർ അങ്ങനെ കുറച്ച് പേരുള്ളൊരു ഫിലിമാണ്. അപ്പൊ അതിന്റെ നമ്മുടെ പ്രപ്പും ഫോട്ടോഷൂട്ടൊക്കെ എവറി ഡേ ഈസ് ഹാപ്പനിങ്. സോ അങ്ങനെ പോകുന്നു ഓൺ ആൻഡ് ഓഫ്. ഈ ബാക്കി പോസ്റ്റേഴ്സ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ, നോക്കാറുണ്ടോ? ബാക്കിയുള്ളവർ എങ്ങനെയാ ചെയ്യുന്നത്, എങ്ങനെയാണ് കോമ്പറ്റീഷൻ അല്ല, അത് നമുക്ക് ഇൻസ്പിറേഷൻ പോലെയാണ്. ഇവർക്ക് ഈ മീറ്റർ പിടിക്കാൻ തുടങ്ങിയല്ലേ, അപ്പൊ ഇതും പിടിക്കാല്ലേ, നമുക്ക് ഇതും ചെയ്യാല്ലേ. സോ ഒരു പുതിയൊരു ഐ ഓപ്പണർ സാധനമാണ്. പിന്നെ അറ്റ് ദി എൻഡ് എങ്ങനെ ഒരു ഓഡിയൻസ് ഒരു പോസ്റ്ററിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമുക്കതൊരു ഇതാണ് അല്ലെ. ഓക്കെ, ഇന്ന കളേഴ്സ് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ആക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുമ്പോൾ ഇന്ന ഒരു ആർട്ട് സ്റ്റൈലിൽ ആൾക്കാർ എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഇരുന്ന് നോക്കുന്നുണ്ട്. സോ നമ്മൾ കാണുന്ന ഒരു ഡിസൈനർ പെർസ്പെക്റ്റീവ് ഇല്ല, നമ്മൾ ടെക്നിക്സ് നോക്കും, വിഷ്വൽ സെൻസ് നോക്കും. പക്ഷെ നോർമൽ ഓഡിയൻസ് കാണുമ്പോൾ അവൻ എക്സൈറ്റ് ചെയ്യുന്ന എന്തോ ഒരു സാധനം വേണം ഒരു സെക്കൻഡ് ലൈക്ക് ചെയ്യാൻ അതിന്. സോ അതൊക്കെ എന്താണെന്നും കൂടെ അറിയാൻ
വിൽ ലുക്ക് ഔട്ട് ഫോർ ഓൾ ദ വർക്ക്സ്. ഇൻസ്പയറിംഗ് ആണ് അത്. ഈ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഇതിന്റെ ഒരു കളർ കോമ്പോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ. ഇതിപ്പോ നിങ്ങൾ സ്വന്തമായിട്ട് ഡിസൈൻ മീൻസ് ഇതിന്റെ ഒരു ഇൻപുട്ട് എങ്ങനെയായിരുന്നു? എന്തൊരു എനർജി വേണം എന്തായിരുന്നു വിചാരിച്ചത്? ഐ തിങ്ക് ഇനീഷ്യലി ഇപ്പം ഞാനും ദീപക്കും ഡിസൈഡ് ചെയ്തിരുന്നത് ഇവിടെ കയറിയ ഫസ്റ്റ് തിങ് ഉറക്കം വരരുത് എന്നുള്ളതുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വെളിച്ചമൊക്കെ അല്ലേ? ഇല്ല, പക്ഷെ എല്ലാരും വന്ന ഇതൊക്കെ അടക്കിയോട്ടെ, ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യും. അപ്പൊ ദീപകിന് പിന്നെ ഇങ്ങനത്തെ ഒരു ബ്രൂട്ടൽ സ്റ്റൈലും പിന്നെ അവൻ ചെയ്ത മിക്ക ഈ ആർട്ടൊക്കെ, സോ അവൻ അങ്ങനത്തെ കുറെ ഇൻപുട്സും പിന്നെ ആർക്കിടെക്ട് നമ്മൾ വയനാട്ടിൽ നിന്ന് കെവിൻ എന്ന് പറഞ്ഞൊരു പയ്യനാ ചെയ്തത്. അപ്പം സോ ദീപക് ഓൾറെഡി ഹാഡ് ആൻ ഐഡിയ. അവൻ തന്നെ വെറുതെ കുറെ 3D ചെയ്ത് നോക്കി, വിഷ്വലൊക്കെ റെഫറൻസ് ഒക്കെ എടുത്തിട്ട് മൂൺ ബോർഡ് ഒക്കെ ഇതിനു വേണ്ടി മൂൺ ബോർഡ് കുറെ നാൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പ്രാക്ടിക്കലി എന്താണ് പോസിബിൾ, ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ ഇതൊക്കെ ഫുള്ള് ഫിനിഷ് ചെയ്യാം എന്നൊക്കെ പറയുന്ന. ബട്ട് നമ്മള് കുറച്ച് പരിപാടിയൊക്കെ പിടിച്ചത്. പൊതുവെ ഒരു ഇപ്പോൾ ഡിസൈനിൽ ഇരിക്കുകയാണെങ്കിൽ മുമ്പേ പറഞ്ഞു ഇപ്പൊ പകൽ സമയമാണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു വർക്കിംഗ് എങ്ങനെയാ, ആസ് എങ്ങനെയാ? നിങ്ങൾ മടക്കുമ്പോൾ നിർത്താം അല്ലെങ്കിൽ ഇങ്ങനെ ടൈം നിർബന്ധമായിട്ട് ഈ സമയത്ത് ഇരിക്കണം അങ്ങനെ ഉണ്ടോ? ഇല്ല, നമ്മളൊരു 9:30 to 6:30 വരെയൊക്കെ 6 ഒക്കെ ഇങ്ങനെ ഇരുന്ന് പോകും. അതിന്റെ ഇടയിൽ ബ്രേക്സ് എടുക്കും, ഇടയ്ക്ക് പുറത്ത് നടന്ന് ചായ കുടിച്ച് ഇങ്ങനെ കറങ്ങി ചിലപ്പോ വെറുതെ ഇരിക്കും, അങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കും, കഥ പറഞ്ഞിരിക്കും. അപ്പം വർക്ക് അതിന്റെ ഇടയിൽ നടന്നു പോകും. വർക്ക് ഇപ്പൊ ചില സമയത്ത് പ്രഷർ ഉണ്ടാവും, നാളെ കൊടുക്കേണ്ട സാധനം നമ്മൾ ഇരുന്ന് ടച്ചിന്റെ ചെയ്യണമല്ലോ, അങ്ങനെ ഉണ്ടാവാറുണ്ട്. പൊതുവെ ഒരു സിനിമ ഇപ്പൊ നിങ്ങളിപ്പോ ആദ്യം മുതലേ അസോസിയേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞിട്ടാണോ അതിലേക്ക് വരിക, എങ്ങനെയാ? അത് ഡിപ്പെൻസ് ഓൺ നമ്മൾ എപ്പോഴും വിളിക്കുന്നതനുസരിച്ച്. ഇപ്പൊ ചില പടങ്ങൾ ഇപ്പൊ പടം കഴിഞ്ഞിട്ട് വിളിക്കും, പടം നമ്മൾ കാണിച്ചു തരും. ഇപ്പം നമ്മൾ ആ ഹിന്ദി ഫിലിം നമ്മൾ പോയി കണ്ട് പടം എന്നിട്ടാണ് അതിന്റെ ക്യാമ്പയിൻ ഉണ്ടാക്കിയത്. ചില ഫിലിംസ് ഇപ്പം രാഹുലേട്ടൻ ഡിഎസ്ആർക്ക് വിളിച്ചത് ഇനീഷ്യലി ബ്രഹ്മയുഗം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു ഐഡിയ ആണ് ചെയ്യാൻ പോണത്, ഇപ്പോഴേ തിങ്ക് ചെയ്ത് തുടങ്ങിയപ്പോ സമയം കിട്ടിയില്ലെന്ന് പറയരുതെന്ന് പറഞ്ഞു. അപ്പം അത്തരത്തിലും ഇന്നാവാറുണ്ട്. ചില സമയത്ത് ലൈക്ക് ഷൂട്ട് നടക്കുമ്പോൾ വിളിക്കും. സോ ഡിപ്പെൻസ് ഓൺ വെൻ യു ആർ ഗെറ്റിംഗ് ഇൻടു ദ പ്രോജക്റ്റ്. അപ്പോഴത്തേക്കും നമുക്ക് ഐഡിയ. ഇവിടെ ഞാൻ സ്മിതേനെയും ശോഭനേനെയും ഫിലോമിനേനെയും കണ്ടു. ഈ മൂന്നുപേരും എന്താ? അവര് ഗംഭീര ആക്ടേഴ്സ്, വെരി ഗ്രേസ് ഉള്ള. ഇപ്പൊ എനിക്ക് എസ്തെറ്റിക് കുഞ്ഞുമാന്നൊക്കെ പറയുമ്പോ ഭയങ്കര എസ്തെറ്റിക് മനുഷ്യരാണ് അവര്. സോ എനിക്ക് എന്തുകൊണ്ടോ മറ്റേ ശോഭന മാമിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, പഴയ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാധനം, അത് ഒരു പൊളി തന്നെയായിരുന്നു. അതെ, ഫിലോമിന അതുപോലെ ഒരു രക്ഷയില്ല, ഷീസ് എ ഗ്രേറ്റ് ആക്ടർ. അപ്പം ഫിലോമിന മാം നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ ആണ് ഫോർ ദ ലോഗോ അലോൺ. നമ്മുടെ ഐക്കൺ എന്ന് പറഞ്ഞ ഫിലോമിന മാം ആണ്. സോ അതെങ്ങനെ ഇപ്പം കുഞ്ഞുമ്മയുടെ ലോഗോ ലോഗോ എനിക്ക് ഓർമ്മയുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് എന്തുകൊണ്ടോ ഫിലോമിന മാമിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മറ്റേ ഗോഡ് ഫാദറിലെ ഫിലോമിന മാമിന്റെ ക്യാരക്ടറിന്റെ ഒരു ബാഡാസ് സാധനവും. പിന്നെ ഞാനും ഇനീഷ്യലി ടെക്സ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർ പേജിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കര ബഹുമാനിച്ച് മെസ്സേജ് അയക്കും, നമസ്കാരം കുഞ്ഞമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനും തിരിച്ച് അങ്ങനെ തന്നെ മെസ്സേജ് അയക്കും, അങ്ങനെ ഓക്കെ എന്നൊക്കെ പറയും. അപ്പം എനിക്ക് ആ പേഴ്സോണ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭയങ്കര ബാഡാസ് ഒരു സ്ത്രീ, ഗ്രേറ്റ് പവർഫുൾ ആക്ടർ. ഓക്കെ, എന്തെങ്കിലും ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം, ഇപ്പൊ തിയേറ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ സിനിമ ചെയ്യണം, അങ്ങനെ ആഗ്രഹം ഉണ്ടോ? നിലവിൽ അങ്ങനെ തിങ്ക് ചെയ്തിട്ടില്ല. എനിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോന്ന് അറിയില്ല. ഞാൻ ഫോർ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ഡയറക്ട് ചെയ്തെന്നല്ലാണ്ട് ചിലപ്പോ ചെയ്തേക്കാം, അറിയില്ല. ഒരു ഇപ്പൊ ആലോചിക്കുന്നില്ല, ഇപ്പം ഉള്ളത് കറക്റ്റ് ആയിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. ആലിയ ഭട്ടിനെ മീറ്റ് ചെയ്തോ? ഇല്ല, മറ്റന്നാ പോയി ഫോട്ടോഷൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും ഗംഭീരാവട്ടെ. ഇനിയും അടുത്ത ഒരു ഇടവേളയിൽ അടുത്ത വലിയ സംഭവങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്.